ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവത്തിന്റെ സവിശേഷത അനുസരിച്ച് നമ്മൾ ഇത് ഈ മുന്നിലുള്ള വെള്ളത്തിൽ മുങ്ങാൻ പോവാണ്. സല്ലു ആണ് നമ്മൾ ഈ വെള്ളത്തിൽ മുക്കാൻ പോകുന്നത്. അതായത് സല്ലു ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യത്തിൽ ആരുടെ ക്യാരക്ടർ ആണോ കൂടുതൽ വരുന്നത് അയാളായിരിക്കും ഈ വെള്ളത്തിൽ മുങ്ങാൻ പോകുന്നത്. ഇന്ന് മുക്കി കൊല്ലുന്ന തോന്നുന്നത്. നല്ല തണുത്ത വെള്ളം, നല്ല തണുത്ത വെള്ളാട്ടോ. ഇതിൽ ഐസൊക്കെ ഇട്ട് സെറ്റ് ആക്കി വെച്ചത്. അതിലാണ് ഞങ്ങൾ മുക്കി കൊല്ലാൻ പോണത്. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ സല്ലുവിന് വരാൻ കാരണം എന്താ വെച്ചാൽ ഞങ്ങളെ 3 പേരും കോമൺ ആയിട്ട് കൂടുതൽ അറിയുന്ന ഒരാൾ സല്ലു ആണ്. അപ്പൊ ഓരോരോ ക്വസ്റ്റ്യനിലും ആര് ക്യാരക്ടർ ആണോ വരുന്നത് കറക്റ്റ് ആയിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ ഇതിൽ പിടിച്ച് മുക്കുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിയുന്നതോടെ ഏകദേശം ഞങ്ങളുടെ സ്വഭാവങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ ഏകദേശം നനഞ്ഞ കോഴികളെ പോലെ ആവുകയും ചെയ്യും. പക്ഷെ ഞങ്ങളുടെ സ്വഭാവം കുറെ അറിയാം. എന്നാലും അറിയാത്ത എന്തെങ്കിലും സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഇന്നത്തോടു കൂടി മനസ്സിലാവുന്നതാണ്. അപ്പൊ ഇതിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ ഫുൾ റെഡി ആയിട്ടുണ്ട്. ഇനി സല്ലു വന്നു കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങിയാലോ? സല്ലു റെഡി അല്ലേ? എല്ലാം എക്സൈറ്റഡ് ആണ് മുക്കി കൊല്ലാൻ. അങ്ങനെ സല്ലു എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് തുടങ്ങാം. ഞങ്ങളെ പിടിച്ച് മുക്കാൻ വേണ്ടിട്ട് കറക്റ്റ് ആയിട്ടോ നിൽക്കുകയാണ്. എന്താ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പെട്ടെന്ന് ചോദ്യത്തിലേക്ക് കടക്കാൻ എനിക്ക് തോന്നുന്നു. മുക്കാൻ വേണ്ടിട്ടായിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ ഞാനാണ് ആദ്യത്തെ ചോദ്യം വയ്ക്കുന്നത്. നമുക്ക് ഇടയിൽ എടുത്ത് വായിക്കാം. അങ്ങനെ എടുത്തു വെക്കും. ഒരു സീരിയസ് സിറ്റുവേഷനിൽ ഇരുന്ന് റീല് കാണുന്നത് ആരാണ്? സീരിയസ് സിറ്റുവേഷനിൽ ഇരുന്ന് റീല് കാണുന്നത് അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, എന്നാലും ഉത്തരം സിമ്പിൾ ആണ് guys. അതെ, ഇവിടെ സീരിയസ് ആയിട്ട് ഒരു വീഡിയോന്റെ ഡിസ്കഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് ഷാമി ബീൻ ബാഗിൽ ഇരുന്നിട്ട് ഗൈസ് റീലൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണുന്നുണ്ട്. അതായത് ഓള് ചിലപ്പോ തലയിൽ ആലോചിക്കുന്നുണ്ടാവും. ആ ആലോചിച്ചോണ്ടായിരിക്കും സ്ക്രോൾ ചെയ്യുന്നടാ. അത് കഴിഞ്ഞിട്ട് അല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ ഷാമി ഒന്ന് എണീറ്റ് കാര്യം തീരുമാനിക്കാണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ വരക്കാക്കാന്നും പറഞ്ഞിട്ട് അതായത് ഓള് പാവാണ് ഗൈസ്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ സ്ഥിതിക്ക് വരുമ്പോ ഞങ്ങളൊന്ന് മാറ്റി പറയും. എനിക്കിവിടെ മാറ്റി പറയണം. അത് കഴിഞ്ഞിട്ട് ഞാൻ പണിയെടുക്കും. ഓളെ പോലെ പണിയെടുക്കുന്നത് ഏരിയയിലില്ല. ഞാൻ പറഞ്ഞ സത്യല്ലേ? അല്ല സത്യം, എന്റെ കളയൊക്കെ വരുത്തോന്നു. അല്ലല്ല, അത് കാര്യമായിട്ട് നല്ല പണിയെടുക്കും. പാവാണ്, പാവ കുട്ടിയാണ്. ഇടയ്ക്ക് ഇങ്ങനെ റീലും കണ്ടിരിക്കും, അത്ര. പിന്നെ അതിന് ശേഷം നമ്മൾ ഇന്ന് റിലി ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമില്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വയ്ക്കട്ടെ. നല്ല ക്വസ്റ്റ്യൻ തുടക്കത്തിൽ തന്നെ ഞാൻ മുങ്ങി എണീറ്റ് നല്ല തണുപ്പിട്ടിട്ട് ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ആരാണ് ഏറ്റവും കൂടുതൽ നിക് നെയിംസ് ഇടുന്ന ആള്? അതായത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പേരുകളൊക്കെ അത് ഇടുന്നത് ആരാണ്? ഞാൻ തന്നെയാണ്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞിങ്ങനെ കടിച്ചാ പൊട്ടാത്ത തന്നെ ഇങ്ങനെ സിറ്റുവേഷൻസിനനുസരിച്ച് പേരിടുന്ന ആളാണ്. ചില പേരൊക്കെ കേട്ട് നമ്മൾ വിചാരിക്കും അങ്ങനത്തെ വാക്കുകളൊക്കെ ഈ ലോകത്തുണ്ട്. അയ്യോ, ഇവള് തീരെ മോശമല്ല, ഷാമി മോശമൊന്നുമില്ല. ഞങ്ങൾ ഏകദേശം സിമിലർ സ്വഭാവമുള്ള ആൾക്കാരാണ്, പക്ഷെ കൂടുതൽ പേരിടുന്ന ആള് ഞാനാണ്. അടുത്ത ഞങ്ങളിപ്പോ 3 പേരും ഒരു ഹൊറർ മൂവിയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പേടിച്ചിട്ടോ വിവരക്കേടോണ്ടോ എന്തുകൊണ്ടെങ്കിലും ആദ്യം ആരായിരിക്കും മരിച്ചു പോവാന്ന്. അത് വളരെ സിമ്പിൾ ആണ് ഗൈസ്. കറക്റ്റ്. നമ്മൾ ഈ ഹോളിവുഡ് മൂവിയിലൊക്കെ ഫസ്റ്റ് എല്ലാത്തിനും മുന്നിട്ട് ഇറങ്ങുന്ന ആളില്ലേ, ഭയങ്കര എന്താ പറയാ വേഗത്തിൽ കണ്ടുപിടിക്കാന്നൊക്കെ വിചാരിച്ചിട്ട്. അത് വിവരക്കേടുണ്ടായിരിക്കില്ല, നമുക്ക് അറിയാനുള്ള ആ മിസ്റ്ററി എന്താന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയിൽ പോയിട്ട് ആദ്യം തന്നെ പ്രയത്നം പോയി പിടിച്ചു കേട്ടോ. ആ ഒരു ഇതിനോളങ്ങോട്ട് പോകും. അപ്പൊ ആദ്യം തന്നെ പോയിട്ട് പ്രേതത്തിന് വായ ചാടി കൊടുക്കുക ശ്രീയായിരിക്കും. അത് ഉറപ്പാണ് കഴിച്ചോ. കൂട്ടത്തിൽ ആരാണ് സ്പൈ? അതായത് ഇങ്ങനെ കഥകളൊക്കെ ചുരണ്ടി കൊണ്ടുവരിക, അവിടുത്തെ ഇവിടുത്തെ സീക്രട്ടുകളൊക്കെ ചുരണ്ടി കണ്ടുപിടിക്കുന്നത്. അതിലെന്താ സംശയം? പണ്ട് ഞാനൊരു കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഒരു വളയും മാലയും അൾമാറിന്റെ മുകളിൽ കൊണ്ടുവച്ച് അതെടുത്തിട്ട് ഇവിടെ ഉമ്മക്ക് കൊണ്ട് കൊടുത്ത്. അന്ന് തുടങ്ങിയ സ്പൈക്കളിയാണ് ഇപ്പോഴും നിർത്തിയിട്ടില്ല. പണ്ടെങ്ങനെയാണ് ഞാൻ ഉണ്ടാവുക? ഇത് കുട്ടിയായിരിക്കുമ്പോൾ കാര്യം പറയുന്നത്. സ്പൈ എന്നവള് ചോദിക്കുന്നത്. സീക്രട്ട് കണ്ടുപിടിക്കുന്നത് ഷാമിയാണ്. പറയട്ടോ, കാര്യം എന്താ വെച്ചാല് ഈ കാക്കമാരുടെ എല്ലാ അങ്ങനെ ചെറിയ ചെറിയ സീക്രട്ടുകള് പിന്നെ ഉമ്മ പിന്നെ അവളോട് പറയും, അല്ലെങ്കിൽ അവള് കണ്ടുപിടിച്ചോ. അതുകൊണ്ട് അപ്പൊ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സീക്രട്ടുകളൊക്കെ കണ്ടു. വേറൊരു കാര്യമുണ്ട്, ഇവരുടെ ഒക്കെ വിചാരം ഇവരൊന്നും ഞാൻ അറിയുന്നത് ഇവർക്ക് അറിയില്ല. ഞാൻ അറിയും എന്നുള്ള കാര്യം ഇവരറിയില്ല. അവരറിയില്ല, പക്ഷെ സംഭവം എനിക്കറിയാൻ മതിയോ, പക്ഷെ ഞാൻ ആരോടും പറയില്ല. അങ്ങനത്തെ എന്തൊക്കെ സാധനം ഇപ്പോഴും എന്റെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് ഗൈസ്, ഞാൻ പുറത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. നല്ല ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ്. എല്ലാവരും എന്റെ നിരീക്ഷണത്തിലാണ്. എന്താ സീരിയസ് ആയ ഒരു സിറ്റുവേഷനിൽ ചിരിക്കുന്നത് ആര്? രണ്ട് കറക്റ്റാ. ഞാൻ പറഞ്ഞു, അതിന് എണീച്ചിട്ട് പറഞ്ഞോ?
അതെന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഗൈസ് നേരത്തെ തന്നെ രണ്ടുപേർക്ക് ഏകദേശം ഒരേ ക്യാരക്ടറൊക്കെ സാഹചര്യം വരുമ്പോൾ ചിരിച്ചു മാനേജ് ചെയ്ത് പോകുന്ന ഞങ്ങൾ അവസ്ഥ കൊണ്ടുവച്ചാലോ അതൊക്കെ നല്ല ഒരു കാര്യം ഒരു ഷവർ ഫിറ്റ് ചെയ്യും വേണ്ടി വരും. അതിന്റെ തൊട്ട് കോണ്ടാക്ട് അത് നമ്മള് സീരിയസ് ആയിട്ട് എവിടെയെങ്കിലൊക്കെ പോയിട്ട് വളരെ ഫോർമൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇവിടെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ശബ്ദം കേൾക്കുക. പറഞ്ഞു കൊടുക്കും ഷാമി. ഞാൻ പറഞ്ഞുതരാം. അതെന്താ സംഭവിച്ചാല് എനിക്ക് എന്തെങ്കിലും സിറ്റിയിൽ വരുന്ന ഒരു സംഭവം നടന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ സംസാരം ഷാമിക്കൊക്കെ ചെറിയ കാര്യം മതി ചിരി വരാന്. ഞങ്ങൾ രണ്ടാളും ഒന്നിച്ചുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞങ്ങള് ഞാനൊന്ന് പറയട്ടെ, ഇവർക്ക് ഒരു കാര്യവും വേണ്ട ചിരിക്കാന്. എന്തെങ്കിലും വെറുതെ ഒന്ന് ഇങ്ങനെ നോക്കുമ്പോ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളൊക്കെ സീരിയസ് ആയിട്ട് എന്താ ഡീൽ ചെയ്തോണ്ടിരിക്കും, കുറച്ച് കഴിഞ്ഞാലുണ്ടാവും ഇങ്ങനെ ശബ്ദം കേൾക്കുന്നുണ്ടാവും. ചിരി വരാം. അത് നമുക്കില്ലേ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ചിരിക്കേണ്ടാത്ത സിറ്റുവേഷൻ ആയിരിക്കും, പക്ഷെ ചിരി ഒന്നുമില്ല. ആ കാറ്റഗറിയിലാണ് ഞങ്ങള്. ഒന്ന് ഐ കോണ്ടാക്ട് നടത്തി കഴിഞ്ഞാൽ ചിലപ്പോ ചിരി വരും. അത് മാക്സിമം കൺട്രോൾഡ് ആണ് ഇപ്പൊ. അതെ, ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്ന ആ സിറ്റുവേഷൻ വരുമ്പോൾ അങ്ങോട്ട് കൊണ്ട് നോക്കൂല, പുറത്തിറങ്ങിയിട്ട് അത് കൺവേ ചെയ്യും. അതാണ് ഞങ്ങളുടെ രീതി. ഇപ്പൊ ശ്രീന് എത്ര 2 വയസ്സാണെന്ന് തോന്നുന്നു. ഞങ്ങൾ എത്ര നമ്മൾ എത്ര 2 3 ഒക്കെ ഉണ്ടാവും. ആകെ 4 ദിവസത്തിനായിട്ട് എല്ലാത്തിനും മുങ്ങിണ്ട്. ഏറ്റവും കുറച്ച് ഫുഡ് കഴിക്കുന്നവരാ? ഞാൻ 5 കഴിച്ചു. ഇവിടെ ഏറ്റവും കൂടുതൽ കുറച്ച് ഫുഡ് കഴിക്കുന്ന ആള്. അതല്ല ഏറ്റവും കുറച്ച്. അതായത് പ്ലേറ്റിലെടുത്ത ഫുഡ് പകുതി ആ പ്ലേറ്റ് തന്നെ ഉണ്ടാവും. അതെ, അല്ലെങ്കിൽ ഞാൻ അത്രേ എടുക്കുള്ളൂ. എനിക്ക് കഴിക്കാൻ പറ്റില്ല കേസ്. എനിക്ക് എന്തൊക്കെയോ ആവും. എനിക്കിങ്ങനെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാനൊക്കെ ഒരു ചടങ്ങ്. അതുകൊണ്ട് ഞാൻ കുറച്ചേ കഴിക്കുള്ളൂ. പക്ഷെ എന്താ, പക്ഷെ ഒരു പ്ലേറ്റ് ചിക്കൻ 65 ഒക്കെ കൊടുത്തോളൂ. പ്ലേറ്റ് ഒക്കെ പക്ഷെ എന്തായാലും കുറവാന്ന് തോന്നില്ലേ ഇപ്പൊ? പണ്ടൊക്കെ നല്ല തിന്നേനു. ഇപ്പൊ അല്ല, ഉമ്മ പറയലുണ്ട് പണ്ടൊക്കെ നല്ല. ഉമ്മന്റെ സംഭവം എന്താ വെച്ചാൽ ഉമ്മന്റെ 65 എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചിക്കൻ പൊടിച്ചത്. അപ്പൊ ഉമ്മനോട് അത് 1 കിലോ ഒന്നും വാങ്ങിയാൽ ഞങ്ങൾക്ക് മൂക്കിൽ വലിക്കാണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഒരു 1.5 കിലോ ചിക്കനൊക്കെ വാങ്ങിക്കൊടുക്കുവേ. അപ്പൊ ഫുൾ പൊരിച്ച് മുക്കാവാകും ഞാൻ തിന്ന. അല്ല, അതെന്താന്നറിയോ, പണ്ട് ഇവിടെ നല്ലോണം തിന്നുമ്പ അറിയും നല്ലോണം പ്ലേറ്റില് ചോറും കറിയും മറ്റേ ചിക്കനും ഒക്കെ ആയിട്ട് നല്ലോണം തിന്നുന്നതിനു. ഇപ്പൊ ഒന്നും തിന്നല്ലേ പറയലുണ്ട്. അതെ, പരാതി ഉണ്ട്, പരാതി പരിഹരിക്കണം. ആ പരാതി ഇനി അടുത്ത പ്രാവശ്യം പരിഹരിക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ മധുരം കഴിക്കുന്നതാര്? ഞാനാണ് മോനെ. ഷാമിയാണ്. ഷാമിനെ മുക്കണോ? ഇവിടെ കുനാഫിക്ക് എമ്മാര് തീറ്ററിയ അവള് തിന്ന. അതൊന്നും ഞാൻ കുറച്ചേ കഴിക്കുള്ളൂ. ജിമ്മിന് പോയതിനു ശേഷം മധുരങ്ങൾ കഴിക്കല് കുറച്ച് കുറഞ്ഞു. അത് ശരിയാണ്. സംഭവം ഞാൻ ചോദിച്ചു വാങ്ങിയാണെങ്കിലും സത്യതാണ്. പണ്ട് 5 നല്ല മധുരം കഴിക്കല്. ഇപ്പൊ ഞാനാണ് കുറച്ച് കൊല്ലങ്ങളായിട്ട് ഞാനാണ് മധുരം കഴിക്കല്. തെറ്റിച്ചുണ്ടോ? കിട്ടി പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, തന്നില്ല. കുറച്ച് നനഞ്ഞുള്ളൂ. ഈ അടുത്ത ഏറ്റവും അടുത്ത് കല്യാണം കഴിക്കാൻ പോകുന്നത് ആര്? അത് ഷാമിനായിട്ട് കൊണ്ടുവച്ചോ? 2 3 കുറെ കല്യാണം കഴിക്കണം. അതുകൊണ്ട് ഈ കൊല്ലം നടത്തി കൊടുക്കണം എന്നാണ് ആഗ്രഹം. എല്ലാവരുടെയും ആഗ്രഹം അതാണ്. കൊറേ കല്യാണം കഴിക്കണം. കൊറേ കൊല്ലങ്ങളായി പ്രേമിക്കാൻ തുടങ്ങിട്ട് എപ്പോഴെങ്കിലും ഒന്ന് കെട്ടണ്ടേ? കൊറേ ആയി എല്ലാരും ചോദിക്കണ്ട്, കെട്ടുന്നില്ലേ ആയി ചോദിക്കുന്നു. അപ്പൊ ഞങ്ങൾ ഇക്കൊല്ലം എന്തായാലും ഉള്ള കല്യാണം നടത്തും. അതെ, നടത്തണം എന്നാണ് ആഗ്രഹം. നിർബന്ധിക്കുന്നുണ്ട്. ആരെ നിർബന്ധിക്കുന്നത്? ഞാൻ എന്നെ തന്നെയാ. ഒക്കെ അവളാ നിർബന്ധിക്കുന്നത്. ഓർക്കൊരു ബുദ്ധിമുട്ടില്ല, ഇവിടെ നിർബന്ധിച്ചോളൂ. ഏറ്റവും കൂടുതൽ ഒരു സിറ്റുവേഷനിൽ നെഗറ്റീവ് അടിക്കുന്നവരും 5 ഗൈസ്. ഇതിന് ആക്ച്വലി ഇവിടെ മുക്കിയിടണമെന്നാണ് എന്റെ ആഗ്രഹം. അതെന്താ അങ്ങനെ പറയല്ലേ? ഈ കാര്യം പറഞ്ഞു. ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ഓവർ തിങ്കിങ് ആണ്. അമ്മല് പറഞ്ഞില്ലായിരുന്നു നമ്മുടെ വീഡിയോയില് Q&Aയില് ഭയങ്കര ഓവർ തിങ്കിങ്. അപ്പൊ എല്ലാത്തിനും നെഗറ്റീവ് ആണ് ഇവിടെ ഫസ്റ്റ് ആലോചിക്കുക. എന്നിട്ട് നെഗറ്റീവിനെ പറ്റിയിട്ട് ഇവള് കുറെ ഓവർ തിങ്ക് ചെയ്യും. എനിക്ക് അതിൽ കുറച്ച് ക്ലാരിഫൈ ചെയ്യാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു സിറ്റുവേഷൻ എന്നോട് ചോദിക്കുക ഇത് ഇങ്ങനെ ചെയ്താൽ എന്താവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നെഗറ്റീവ് പറയും ആദ്യം. ആ നെഗറ്റീവ് പറയുന്ന അതിൽ 3 നെഗറ്റീവ്സ് ഉണ്ട്. അപ്പൊ അപ്പോഴേക്കും ഇവർക്ക് മനസ്സിലാവും അത്ര പോലും ഇവര് നെഗറ്റീവ്സ് ആലോചിച്ചിട്ടുണ്ടല്ലോ. അതൊരു ബെനിഫിറ്റും അങ്ങനെ കൂടി പറയടാ. ഒന്നുകൂടെ മുക്കണം. അല്ല, അതൊരു ബെനിഫിറ്റ് കൂടാണ്. അതുകൊണ്ട് എന്നോട് ചോദിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അതെ, ഇതിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അഞ്ചു. അപ്പൊ 5 കബഡി നിരത്തിയിട്ട് പറഞ്ഞു കൊടുക്കും. ഓൾറെഡി നെഗറ്റീവ്സും കൂടി വരും. ഓക്കെ, 5 കബഡി നിരത്തിയിട്ട് പറഞ്ഞു കൊടുക്കുന്നു. കബഡി കബഡി നിരത്തി പറഞ്ഞെടുക്കുന്നത്. ഞാൻ അടുത്ത് ചോദിക്കട്ടെ? അടുത്തത് എനിക്കുള്ളതെന്ന് തോന്നുന്നു. ഏറ്റവും പെട്ടെന്ന് പിണങ്ങുന്നതാര്?
മൂന്നയിലേക്ക് വെച്ച് 3 തവണ പിണങ്ങിയിട്ടുള്ളൂ guys. ഒരുവിധം 3 നേരം എന്നുള്ള രീതിയിൽ 5 ഒന്ന് വീതം 3 നേരം. അതെ അല്ല ഒരു വീതം ഒരു വീതം 3 നേരം. ഒന്ന് വീതം 3 നേരം. അത് എനിക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല ഓവർ തിങ്കിങ് ആണ്. അപ്പൊ പിന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതി പിണങ്ങാൻ. അപ്പൊ തന്നെ ഞാൻ പാച്ചപ്പ് ഔട്ടോ, അത് വേറെ കാര്യം. കുറച്ച് ടൈമൊക്കെ എടുക്കും. ഇതില് ഒരു ഓപ്ഷനും കൂടെ ഉണ്ടെങ്കിൽ സല്ലൂരും കൂടെ മുക്കായി. രണ്ടാളും കൂടാണ് അടി അടിയാവും, രണ്ടാളും മടങ്ങും. അപ്പൊ കാക്കി ഒരു ഒന്ന് വീതം 3 നേരം അണക്കുണ്ട്. ഈയുണ്ട് കൂട്ടത്തില്. ഇഷ്ടപ്പെട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. എനിക്കിന് മുങ്ങാൻ വയ്യ. ആരാണ് മെസ്സേജിന് ആദ്യം റിപ്ലൈ തരിക? അത് ശ്രീ. അത് ശ്രീ നമ്മൾ സാധാരണ ഓരോരുത്തരും നല്ല സ്വഭാവല്ലേ? അല്ല ചിലവരെ നമുക്ക് വിളിക്കണം കിട്ടണം എന്നുണ്ടേ. പക്ഷെ ശ്രീ ഒറ്റ മെസ്സേജ് അയച്ചു കഴിഞ്ഞാല് അപ്പൊ ഓൺലൈന് കത്തൂലേ? അതാണ്. ഞാൻ പിന്നെ മെസ്സേജ് റിപ്ലൈ കൊടുക്കാറേ ഇല്ല തോന്നുന്നു. ഇവിടെ പിന്നെ ആ ഭാഗത്ത് ചിന്തിക്കണ്ട, എല്ലാത്തിനും വിളിക്കണം എന്നാലേ കിട്ടുള്ളൂ, അല്ലാതെ മെസ്സേജ് അയച്ചിട്ട് ഒരു കാര്യമില്ല. പാവം നല്ലൊരു കാര്യം ചെയ്തിട്ട് നല്ല കാര്യം ചെയ്ത് എനിക്ക് പണിഷ്മെന്റ് കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഏറ്റവും ക്രിഞ്ച് ഡയലോഗ് അടിക്കുന്നതായിരുന്നു? അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് വേണേ പാത്രം ഞാൻ അങ്ങോട്ട് ഇവിടെ പറയുന്ന പല ഡയലോഗ് കേട്ടിട്ട് ഈ ക്രിഞ്ച് അടിക്കാറുണ്ട്. പക്ഷെ ഞാനത് മുഖത്ത് കാണിക്കൂല. ക്രിഞ്ചിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ എല്ലാരും കൂടെ എങ്ങോട്ട് നോക്കും, ഇതിവിടെ പറഞ്ഞു തന്നെയാണോ? ഉത്സാഹപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും പറയില്ല. എനിക്കിപ്പോ ഒരു എക്സാമ്പിൾ കേൾക്കണം. എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സാമ്പിൾ പോലും പറയാൻ പറ്റാത്ത ക്രിഞ്ചുകളാ. എക്സാമ്പിള് അതെ, അങ്ങനത്തെ ഓരോരോ ഡയലോഗുകൾ അവൾ അടിക്കാട്ടോ. അഞ്ചിനെക്കാട്ടി എന്തുകൊണ്ട് ആ സ്ഥാനത്തിന് അർഹയാണ്. അതെ, ഓള് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ഞാൻ ശരിയാണ്. ഞങ്ങൾ പിന്നെ പരിസരത്തേക്ക് ഇല്ല. ഷാമി പറയൂ, ഇവര് ക്രിഞ്ച് ഡയലോഗ് അടിക്കാറില്ല. ഞങ്ങള് ദിവസം ഞാൻ പറഞ്ഞുതരാം, ഒരു ദിവസത്തിൽ ഞങ്ങൾ 2-3 ക്രിഞ്ച് അടിക്കും. ഇവരടിക്കുന്ന ക്രിഞ്ച് ഒരാഴ്ച ഓടാനുള്ള ക്രിഞ്ച് ആയിരിക്കും. അമ്മാതിരി ക്രിഞ്ചാണ് ശ്രീയും സല്ലൊക്കെ അടിക്കാറ്. വെറുതെ ഒന്നല്ല, അതിന് പിന്നെ തെളിവുണ്ടാകുന്ന സമയത്ത് ഞങ്ങള് ശ്രീനെ ഞാൻ അതിൽ അത്ര കൂട്ടുന്നില്ല. പക്ഷെ കാക്ക ക്രിഞ്ച് അടിക്കും. സത്യാണ്. വയ്യാവേലികൾ തലയിൽ എടുത്തു വെക്കുന്നതായിരിക്കും. അത് ശ്രീ തിരിച്ചു വരിക. അത് സത്യമാണ്. കാര്യം ഓളടുത്ത് പോകുമ്പോഴേ പറഞ്ഞു വെക്കും, ഞങ്ങൾ ഇങ്ങനെയൊന്നും ആവരുത്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എടുത്ത് എന്താ വെച്ചാൽ അവിടെ പോയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ആരുടെയെങ്കിലും പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോ എല്ലാം സോൾവ് ചെയ്യാനായിട്ട് ഇവിടെ ഇരിക്കും. അതാണ് പ്രശ്നം. ശരിയല്ലേ? എന്നിട്ട് ഇതെങ്ങനെ ഞാനൊന്ന് സോൾവ് ചെയ്യാന്ന് വെച്ചിട്ട് നമ്മളെ അടുത്തേക്ക് വരും. ഞാൻ ഒക്കെ ഇവരുടെ അടുത്തേക്ക് എന്നെ കൊണ്ട് പോകും. ഞങ്ങൾക്കും അത് വയ്യാവേലിയാണ്. വയ്യാവേലി ഉണ്ടെങ്കിൽ ഞങ്ങളെ കൂടെ അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നല്ല. അതായത് ആരുടെങ്കിലും എന്റെ പ്രശ്നം കേട്ടിട്ട് ആരുടെങ്കിലും പ്രശ്നം കേൾക്കുന്ന സമയത്ത് ഓക്ക് അത് സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് ഓളെ പ്രശ്നമായിട്ട് ഓളത് കാണും. അതാണ് ഈ വയ്യാവേലി ഞങ്ങൾ ഉദ്ദേശിച്ചത്. പാട്ടിന്റെ ലിറിക്സ് ഏറ്റവും കൂടുതൽ തെറ്റിച്ച് പാടുന്നതാര്? റെഡി? എന്ന് ഓ എന്തൊക്കെയാ തെറ്റിച്ച് പാടാന്നറിയോ? ഏതോ പാട്ട് നേരെ മനുഷ്യന് മറന്നു പോകും. നല്ല ഗ്ലോയിങ് സ്കിൻ ആയിട്ടല്ലേ ഇപ്പൊ. എനിക്ക് അങ്ങനെ ലിറിക്സ് ഒന്നും കറക്റ്റ് ആയിട്ട് എന്നെക്കാട്ടും കൂടുതൽ ജുൻക തെറ്റിച്ചു പാടും. അല്ല, ഇതിപ്പോ നമ്മളെ മൂന്നാളല്ലേ. അതാണ് പ്രശ്നം. ജുനു പാടുന്നതിനേക്കാൾ ഏറ്റവും തെറ്റിച്ച് പാടുന്നത് ഷാമിയാണ്. ഞാൻ അറിഞ്ഞോണ്ട് തെറ്റിക്കുന്നതാ. അതാണ് എന്തായാലും തെറ്റിച്ചല്ലേ പാടുന്നത്. ഇനി ഞാൻ തെറ്റിക്കൂല. ഞാൻ അറിഞ്ഞോണ്ട് തെറ്റിക്കും. ഞാൻ ഇവർക്ക് ഫണ്ണായിക്കോട്ടെ അറിഞ്ഞോണ്ട് തെറ്റിക്കുന്നതാണ്. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. കൂട്ടത്തിൽ മറ്റുള്ളവരെ ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുന്നതാര്? ചിരിപ്പിക്കുന്നത് അത് ശരിയാ, രണ്ടാളുണ്ട്. രണ്ടേ കൂടെ കൂടിയാല് മൊത്തത്തിൽ അവിടെ ഒരു എന്താ പറയാ ഒരു ഓളം ആയിക്കോളും. അതെ, ഞങ്ങൾ രണ്ടാളെ നമുക്ക് തന്നെ അഭിമാനം ഉണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിപ്പിക്കാൻ നമ്മളല്ലേ ഉള്ളൂ. അതെ അതെ, അതുകൊണ്ട് അതൊരു ക്രിഞ്ച്. ഈ ചെറിയ ഗ്യാപ്പിൽ വന്ന ക്രിഞ്ചാണ് കേട്ടോ. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ ഞങ്ങൾ ചിരിക്കുന്നതിന് കൂടുതൽ ഇവരെയും ചിരിപ്പിക്കാനുള്ള എന്തെങ്കിലും ഞങ്ങൾ ഒപ്പിച്ചു. ഓക്കെ, ഇനി ഞങ്ങളൊരു സാമൂഹ്യ പ്രവർത്തന ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ആരോഗ്യത്തിനൊക്കെ എത്ര നല്ലതാ. ഇവരെ ആയുസ് എത്ര കൂട്ടുന്ന അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ക്രിഞ്ചിന്റെ എക്സാമ്പിൾസ് മൊത്തം കിട്ടിയല്ലോ. ഞങ്ങൾ ക്രിഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. എടുത്തു കൊണ്ടുപോയ സാധനങ്ങൾ തിരിച്ചു തരാൻ മറന്നു പോകുന്നവര്? ഷാമി തന്നെ. ആവശ്യമില്ലാത്ത പറഞ്ഞ പൊക്കാതാ.
അതായിരിക്കും നല്ലത്. ശ്രീന്റെ 5ന്റെ കുറെ ടോപ്പും ഡ്രസ്സൊക്കെ എന്റെ വീട്ടിൽ കിടക്കുന്നുണ്ട്. അതൊക്കെ അവള് എടുത്ത് കൊണ്ടുവന്നു. അതെ, ഒരു കൊല്ലം മുന്നുള്ള എടുത്തോണ്ടെന്ന ഡ്രസ് ഞാൻ ശ്രീക്ക് ഇന്നലെ തിരിച്ചു കൊടുത്തു. കണ്ടപ്പോ എനിക്കെന്നെ തിരിച്ചറിഞ്ഞില്ല. എന്തൊക്കെ സാധനങ്ങളും ഉണ്ട്. കൊണ്ടുതരും. അതൊന്നും സമ്മതം അറിയോ? അത് ഞാൻ ആർക്കും കൊടുത്തു. ടോപ്പ് ഉണ്ടല്ലോ അവിടെ. ആർക്കൊക്കെ കൊടുക്കും എന്നോടൊരു വാക്ക് പോലും ചോദിച്ചില്ല. അഞ്ചിക്ക് വേണ്ട എനിക്ക് തോന്നിയതാ. ശരി, അതല്ല, എന്താ സംഭവം അറിയോ? ഞാനത് രാവിലെ വരുമ്പോ എടുത്തുകൊണ്ടിരന്ന് വിചാരിക്കൂ. അപ്പൊ എനിക്ക് പിന്നെയും മറന്നു. പിന്നെ ഇവരെ അങ്ങോട്ട് വരുമ്പോ എടുത്തു കൊടുക്കണം എന്ന് വിചാരിക്കൂ. വിചാരിക്കും ഒരു പ്രാവശ്യം കൂടി ഇട്ടിട്ട് കൊടുക്കാം, എന്നാ പിന്നെ അത് കഴിഞ്ഞില്ലേ. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നീണ്ടു പോകും. പിന്നെ ചില സമയത്ത് ഇവരുടെ കയ്യിൽ എടുത്തു കൊടുത്താൽ പറയും അല്ല വെടപ്പ് കൊണ്ടാ വയ്യ, അന്ന് കൊണ്ടാ വയ്യ, ഈ പിന്നെ കൊണ്ടാ. വളരെ റെയർ ആയിട്ട് അങ്ങനെ സംഭവിക്കാറുള്ളൂ. പിന്നെ അത് അവിടെ തന്നെ ആയിപ്പോവും. ഓള് പറയുന്ന വെച്ചാൽ കൊടുക്കുമ്പോ വാങ്ങണം, അല്ലെങ്കിൽ കിട്ടൂല. അതാ ഞാൻ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വീട്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരെ മറന്നു പോകുന്നതാണ്. അത് ശ്രീ guys. അത് ശ്രീ മമ്മി എന്തൊക്കെയോ ഏൽപ്പിച്ചിട്ടുണ്ടാവും, മറക്കും. ഫുൾ മറവിയാണ്. മറവി കൊണ്ട് പല പല കാര്യങ്ങളും മിസ് ആവുന്നുണ്ടാവും. മറവി എന്നൊക്കെ പറഞ്ഞ നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങൾ അങ്ങനെ ഓള് ഉത്തരക്ക് തന്നിടും, പക്ഷെ ചിലപ്പോൾ അങ്ങനെ മറന്നു പോകും. അങ്ങനത്തെ ഒരു വലുതൊന്നും അല്ല കേട്ടോ, വലുതല്ലേ, ചെറിയ ചെറിയ കാര്യങ്ങൾ. ഞാൻ ഒരു സാധനം ചെയ്യണ്ടെങ്കിൽ ഞാൻ ഫുൾ ടൈം അതിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. അപ്പൊ ഞാൻ ബാക്കിയുള്ള മറന്നു. ഇതാ സംഭവിക്കുന്നത്. ഒരു ട്രിപ്പ് പോകുന്ന സമയത്ത് കാറിൽ കയറി കഴിഞ്ഞാൽ ആദ്യം ഉറങ്ങുന്നത് മുക്കുക അവിടെ വെച്ചത് ആവശ്യമില്ല. ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് ഒരൊറ്റ തവണയാണ് ഷാമി ഉറങ്ങാതെ ഒരു 2 മണിക്കൂർ ബെറ്റ് വെച്ചിട്ട് ജുനു ആയിട്ട് ബെറ്റ് വെച്ച്. ജുനു പറഞ്ഞു ഈ ഉറങ്ങും പാത്തു എന്തായാലും ഉറങ്ങുന്നത്. ഓള് പറഞ്ഞു ഇല്ല ജുൻക ഞാൻ ഉറങ്ങൂല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 1000 രൂപയ്ക്ക് ബെറ്റ് വെച്ചതിനെ കൊണ്ട് ഓൾ ആ 2 മണിക്കൂർ ഉറങ്ങിയില്ല. ഞങ്ങൾ ഒരു തവണ 5 കണ്ണൂരാക്കിയിട്ട് ഞാൻ ഷാമി സല്ലു തിരിച്ചു വരികയാണ്. ഇവൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട്, ഞാൻ സൈഡ് സീറ്റിൽ ഇരിക്കുന്നുണ്ട്. ഇവൾ എന്താ ചെയ്തതെന്ന് അറിയോ? ആ കാറിലെ കംപ്ലീറ്റ് സാധനം എടുത്ത് നിലത്തേക്ക് വെച്ചിട്ട് ആ കാറിന്റെ ബാക്ക് സീറ്റിൽ നീണ്ടു നിവർന്ന് കിടന്നുറങ്ങി. കണ്ണൂർ വരെ കോഴിക്കോട് വരെ. കണ്ണൂരിന്ന് അവിടെ ആ തളിപ്പറമ്പ് എത്തിയിട്ടേ ഉള്ളൂ. അവിടുന്ന് പിന്നെ ഓൾ ഇവിടെ ശ്രീന്റെ വീട്ടിലെത്തുമ്പോഴാണ് ഉണരുന്നത്. എനിക്ക് കാറിൽ കിടന്നുറങ്ങാൻ പ്രത്യേക ഒരു ഇഷ്ടമാണ് ഗസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാറിൽ കിടന്നുറങ്ങാൻ. എനിക്ക് നല്ലൊരു എനിക്ക് നല്ല സുഖമുള്ള ഒരു ഉറക്കം കിട്ടും കാറിൽ. ഞാൻ എന്താന്ന് എനിക്കറിയില്ല, എനിക്ക് പണ്ട് മുതലേ ഞാൻ അങ്ങനെ ശീലിച്ചു പോയതാണ്. പക്ഷെ എന്റെ സത്യസന്ധത നിങ്ങൾ മനസ്സിലാക്കണം. ജുൻകായും ഞാനും കൂടെ പറ്റി വെച്ചത് എത്ര ടൈമിനേക്കാ ഒരു സ്ഥലപ്പേര് പറഞ്ഞ് ആ സ്ഥലം വരെ ഉറങ്ങരുത്. ആ സ്ഥലവും കഴിഞ്ഞ് ഡെസ്റ്റിനേഷനും കഴിഞ്ഞ് അറിയില്ല, സ്ഥലം എത്തിയതോ കഴിഞ്ഞതൊന്നും ഓൾ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ ഫുൾ ടൈം ഓൾ ഉറങ്ങാതിരുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹോം സിക്ക് ആയിട്ടുള്ള ആളാരാണ് ഈ ഏറ്റവും കൂടുതൽ? അത് ഞാൻ വന്ന് മുങ്ങുന്നതായിരിക്കും നല്ല കേസ്. ഈ കൂട്ടത്തില് ഞങ്ങൾ 4 പേരില് സല്ലുവാണ് ഏറ്റവും കൂടുതൽ. ഞങ്ങളെ 3 പേരില് പറഞ്ഞോ? 3 പേരില് ആരും ഹോം സിക്ക് അല്ല. എനിക്ക് തോന്നുന്നില്ല ആരും ഹോം സിക്ക് അല്ല. എന്നാലും കൂടുതൽ വീട്ടിലിരിക്കുന്നത് അഞ്ചിയാന്ന്. ആ വീട്ടിലിരിക്കുന്ന കൂടുതൽ വീട്ടിലിരിക്കുന്ന ആള് ഞാൻ തന്നെയാണ്. അങ്ങനെ മുങ്ങേണ്ട ആവശ്യമില്ല, വെറുതെ നമുക്ക് തളിച്ചു വിടാം. ഹോം സിക്ക് അല്ല. ഹോം സിക്ക് അല്ല, പുറത്തിറങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ചിലപ്പോ പോവാൻ ഞങ്ങളോട് ഇറങ്ങാൻ പറ്റാത്ത. അതെ അതെ അതെ. ഓക്കെ, ഇനി അടുത്തത്, ഒരു പ്രേത സിനിമ കാണുമ്പോ ആരാണ് അലറി വിളിക്കാറ്? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? കടന്നോ ഉറങ്ങി ഷാമി. എന്താ എനിക്ക് ക്വസ്റ്റ്യൻസ് അറിയോ? അവർക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയ ചോദ്യാവലിയാന്ന് തോന്നുന്നു. ഡിപ്പിംഗ് ഷാമി ഇൻ വാട്ടർ. അങ്ങനെ നമുക്ക് മാറ്റം വേണമെങ്കിൽ. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മൂഡ് സ്വിങ്സ് ഇങ്ങനെ വരുന്നതായിരിക്കും. മുങ്ങുന്നോ? ഞാൻ മുങ്ങ. ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇന്നെ ഒഴിവാക്കി വിട്ടല്ലോ. അത് ഞാൻ തന്നെയാണ്. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുക, ഈ അന്യൻ പോലെ ഞാനിങ്ങനെ നല്ലോണം നിൽക്കുന്ന പെട്ടെന്ന് ഇങ്ങനെയാവും, പിന്നെ നല്ലോണം പിന്നെ ഇങ്ങനെ, അങ്ങനെ പെട്ടെന്ന് ക്യാരക്ടർ മാറുന്നൊരു ടൈപ്പായ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ ഏറ്റവും ദൂർത്താരാണ്? അതായത് ലാവിഷ് ആയിട്ട് ഇങ്ങനെ പൈസ ചെലവാക്കുന്ന അങ്ങനെയുള്ള. ലാവിഷ് ആയിട്ടാണ് ചെലവാക്കല്. അങ്ങനെ ആരും അങ്ങനെ ദൂർത്തൊന്നല്ല, പക്ഷെ കമ്പാരിറ്റീവ്ലി കൂടുതൽ ഷോപ്പ് ചെയ്യുന്നത് ശ്രീയാണ്. അതെന്താ സംഭവിച്ചാലും ഞാൻ പറഞ്ഞുതരാം ഗൈസ്. അധികം ഞങ്ങൾ അങ്ങനെ സ്പെൻഡ് ചെയ്യുന്നല്ല, പക്ഷെ കൂടുതലായിട്ട് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങുന്ന ഇപ്പൊ അത് വേണോന്നുള്ള ഒരു കൺഫ്യൂഷൻ എങ്കിലും ഉണ്ടാവും. ഓക്കതില്ല, വേണമെന്നുണ്ടെങ്കിൽ ഓളത് വാങ്ങിക്കും, അല്ലാതെ അങ്ങനെ കുറെ സ്പെൻഡ് ചെയ്യുന്നതല്ല, പക്ഷെ വാങ്ങിക്കും സാധനങ്ങൾ. ഇനി അടുത്ത ചോദ്യം, ലാസ്റ്റ് ടൈം പാക്കിംഗ് കൊണ്ട് ഇമ്പോർട്ടന്റ് ഫ്ലൈറ്റ് മിസ് ചെയ്യുന്നതാര്? മുങ്ങിക്കടന്നോ? ഞാൻ മുക്കും. 3-4 ബുക്ക് സല്ലു, ഒന്നൊന്നും പോരാ.
മെല്ലെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. പങ്ക്ച്വലാണ് ഗൈസ്, അതുകൊണ്ടൊക്കെ കറക്റ്റ് ഫ്ലൈറ്റിന് എത്തും. ആരാ പറയുന്നേ ഇവനൊന്നും പറയാനുള്ള യാതൊരു അവകാശമില്ല. ഇവരെ ലേറ്റ് ആവുന്നുണ്ട്. അല്ല അതെന്താ അറിയോ, നോക്കുന്ന സമയത്ത് ഞാൻ പങ്ക്ച്വല, ഞാൻ ഫ്ലൈറ്റോ അത് ഞാൻ ഉള്ളത് കൊണ്ട് ഈ കഴിച്ചിലാവുന്നതാണ്. അത് ഈ മനസ്സിലാക്കണം. ഞാൻ റെഡി ആവുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള എല്ലാവർക്കും റെഡി ആവുന്ന സമയം കിട്ടും. ട്രെയിൻ മിസ്സാക്കി അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഞാൻ ഡീൽ ചെയ്യാറില്ല. അല്ല അങ്ങനെ പൊതുവെ ഇവളെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവളെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഓക്ക് ലാസ്റ്റ് മിനിറ്റിലേക്ക് എല്ലാം നടക്കുള്ളൂ. എത്രയാണെങ്കിലും നമ്മൾ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്ത് നിർത്തില്ല, ഓക്ക് ഒരു സമാധാനം ഇല്ല. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അപ്പൊ ലാസ്റ്റ് മിനിറ്റിലുള്ള ഫ്ലൈറ്റ് ഒക്കെ മിസ് ചെയ്യും. ഓള് കാരണം ഞങ്ങളതും കൂടി മിസ്സാവും. അതാണ് സാഹചര്യം. അത് ചെറുതായിട്ട് കൂടുതൽ അതിന്റെ ഇരയായിട്ടുള്ളത് അഞ്ചിയാണ്. ഇപ്പൊ എത്തുന്ന് പറഞ്ഞിട്ട് എത്ര വർഷങ്ങളായി ഞാൻ സഹിക്കുന്നറിയോ. മൊത്തം ചീത്ത ഞാൻ കേട്ടിട്ടേ ബാക്കി കാർ മുന്നോട്ട് കൊറേയൊക്കെ മിണ്ടാതിരിക്കും. പിന്നെ എനിക്ക് ദേഷ്യം വരുമ്പോ ഞാൻ പറയും, ഈ ഒന്ന് അറ്റ്ലീസ്റ്റ് പറയുകയും ചെയ്യണം നേരം വൈകുന്നത്. അപ്പൊ പറയും ഞാൻ ഇനി മുതൽ പറഞ്ഞ പിന്നെ അതന്നെ. പെറ്റ്സിനോട് ആർഗ്യൂ ചെയ്യുന്നത് ആരാ? അതായത് ഞാൻ പെറ്റ്സിനോട് കഥ അറിയാ ചീത്ത അറിയാതെ ഇതിപ്പോ ശ്രീന്റെ മാത്രം ക്വസ്റ്റ്യൻസ് ആയി മാറി. ശ്രീക്ക് മുക്കാൻ തുടങ്ങിയതിന് ശേഷം ശ്രീ ഫുൾ ടൈം മുങ്ങൽ തന്നെ. അത് ഇടയ്ക്കൊക്കെ ഗൈസ് നമ്മളിങ്ങനെ പുറത്തൊക്കെ നിൽക്കുന്ന സമയത്ത് ഇവിടെ സംസാരം എങ്ങനെ കേൾക്കാം, ഈ എവിടെയിരുന്നു, ഈ എപ്പോഴാ വന്നു, സംസാരിക്കാന്ന് വിചാരിക്കും. അയ്യോ കുറെ കാലമായാലും എന്നെ ഇവിടെ കണ്ടിട്ടൊക്കെ ചെല്ലോ, ഈ നല്ല ഭംഗി വെച്ചല്ലോ എന്നൊക്കെ ചോദിക്കും. ഷാമി പറയലുണ്ട്. ഈ പറയില്ല ഇന്ന് രാവിലെ ഞാൻ വന്ന് നോക്കുമ്പോണ്ട് ഇവിടെ വർത്താനം കേൾക്കുന്നത്. ഇവിടെ പൂച്ചെടുത്ത് വർത്താൻ പറയാം. ഇതൊക്കെ സംസാരിക്കുന്നത് അങ്ങനത്തെ ഉണ്ട്. പിന്നെ ഇത്രയും ദിവസം എവിടെയും ഉണക്കി ഇനി ഒന്നും തരില്ല കേട്ടോ, ഈ അവിടെ ഇവിടെയും പോയി കിടന്നാല് ഇങ്ങനെയൊക്കെ പറയുള്ളൂ. അത് ചെറുതായിട്ട് പൂച്ചനെയും പട്ടിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിനോണ്ടാണ് ഇന്റെ സ്വഭാവം കണ്ടിട്ട് സല്ലു ഈ എന്താ തിന്നാത്ത, ഈ നല്ലോണം തിന്ന് ഇങ്ങനെ ഇരുന്നോ എന്നിട്ട് കണക്ക് എന്തായിരുന്നു ഈ മറ്റേ പൂച്ചേനെ ബ്ലാക്ക് പൂച്ചേനെ അടുത്ത് എന്തായിരുന്നു പറയല്, ഈ ഇങ്ങനെ എന്താണ് ഇല്ല ഉണ്ട് എന്ന് വെച്ചാൽ ആ പൂച്ചയ്ക്ക് വലിയ സാമർത്ഥ്യം ഒന്നും ഇല്ല. ഈ ഇങ്ങനെ സാമർത്ഥ്യം ഇല്ലാണ്ട് ഇരുന്നു എന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ വന്ന് തിന്നൊക്കെ പറയലുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാരും പറയലുണ്ട് സല്ലു സല്ലുവിന് കിട്ടി എല്ലാരും കൂട്ട്. അടുത്ത ചോദ്യം, ബോർഡ് ഗെയിംസ് കളിക്കുമ്പോ ഏറ്റവും കൂടുതൽ ചീറ്റ് ചെയ്ത് ഗെയിം കളിക്കുന്നത് ആരാണ്? ഷാമി ഗൈസ്. ഞാൻ പറയും ഷാമി എന്താ ചെയ്യാന്ന് വെച്ചാല് നമ്മളെങ്ങനെ തിരിപ്പിച്ചാളോ, അതായത് നമുക്ക് ജയിക്കാനുള്ള സിറ്റുവേഷൻ ഒക്കെ വരുന്ന സമയത്ത് ഓള് കഥയൊക്കെ പറഞ്ഞിട്ട് അത് വേറെ കോൺസെൻട്രേഷൻ തെറ്റിച്ചോളൂ. ഇത് ഇവിടെ ലുഡോയിലൊക്കെ ഇവിടെ വെട്ടാനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വേണമെങ്കിൽ ലുഡോ മടക്കിയിട്ട് ഓടിക്കാളും. അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് കുറച്ച് സത്യസന്ധ ആവണമെന്നുണ്ട്. ഇവള് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കളി കഴിഞ്ഞാല് സല്ലു. അതെ ഉണ്ട് ഈ വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇളിപ്പിക്കുന്നത് സല്ലു എങ്ങനെയാണെന്നറിയോ, സല്ലുവിന് ഇപ്പൊ ലുഡോ കളിക്കാല് ഇന്ന് ജയിക്കൂല എന്നൊക്കെ പറഞ്ഞ അങ്ങനെ പ്രകോപിപ്പിച്ചളയും, ഇളീപ്പിക്കും. എന്നിട്ട് ഓൻ അഥവാ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിട്ടെന്നൊക്കെ പറഞ്ഞളയും. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഏകദേശം ഇത്രയും സല്ല് മുക്കിയതിൽ ഏറ്റവും കൂടുതൽ മുങ്ങിയത് ഷാമി എന്നാണ് ഞങ്ങക്ക് ഉറപ്പിച്ച് പറയാനുള്ളത്. കാര്യം ഫുൾ ടൈം ഓള് വെള്ളത്തിൽ തന്നെയാണ്. ഞാൻ തന്നെ വേറെ ശ്രീ ഏകദേശം ഒരുപോലെ ആയിരുന്നു തോന്നുന്നു. ക്വസ്റ്റ്യൻസ് വേറെ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഗൈസ് ഇതായിരുന്നു നമ്മളെ ചാലഞ്ച്. ഇതോടുകൂടി നിങ്ങൾക്ക് അറിയാത്ത കുറെ കാര്യങ്ങളൂടെ ഇന്ന് മനസ്സിലായി നിങ്ങൾ വിചാരിക്കുന്നത്. അതെ, നല്ല വളരെ നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അടുത്ത പാട്ട് വേണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് അല്ല ഞാൻ പറയുമ്പോ എന്താണ് സല്ലുവിനെ പിടിച്ച് മുന്നിൽ ഇരുത്തിയിട്ട് ഷാമി മുക്കിക്കോ. അപ്പൊ റിവെഞ്ചായി. എന്തേ നല്ല പരിപാടി. അപ്പൊ ഇന്നത്തെ ചാലഞ്ച് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഏകദേശം ഞങ്ങളെ സ്വഭാവമൊക്കെ മനസ്സിലായിട്ട്, ഏകദേശം അല്ല നിങ്ങൾക്ക് നമ്മളെ സ്വഭാവം അറിയാം. എന്നാലും ഞങ്ങളെ മറിഞ്ഞു കിടക്കുന്ന സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ഗൈസ് നല്ല അടിപൊളി ചാലഞ്ച് ആയിരുന്നു. നമ്മളൊരു 4-5 വർഷത്തിന് മുന്നെയാണ് ഗൈസ് ഈ ചാലഞ്ച് അന്ന് ചെയ്തിട്ടുള്ളത്. 4-5 വർഷത്തിന് ശേഷം വീണ്ടും ഞങ്ങൾ ചെയ്ത് നല്ല അടിപൊളി ചാലഞ്ച് ചെയ്തു. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. This is Srilakshmi. This is Shavya. This is Sanjita. Signing off.